രാവിലെ 10 മണിയാകുമ്പോൾ നോൽമ്പ് തുറക്കാൻ വരും. ചോനെ ഇതെന്തൊരു തുറവിയായിനിപ്പത്. ഒന്നുമില്ല, പത്തിരി എടുത്താനല്ലേ. ഒന്നും അങ്ങനെ പറയണ്ട, അങ്ങനെയൊന്നും ചൂഷണം ചെയ്യണ്ട. പടച്ചോൻ വെറുതെ വിടൂല. ഒരു നാട്ടിലെ രാജ്യക്കാർ എപ്പോഴും പിശുക്കും. 5 പൈസ ഒരു മനുഷ്യന് പണിയെടുത്തോന് വരെ കൊടുക്കൂല. അവസാനം കേറ്റിൽ പൂച്ചയാടി. മൂപ്പരെപ്പോഴും പെരീത്ത പണി എങ്ങനെ എടുപ്പിക്കുള്ളൂ ഞങ്ങൾ. ആ തേങ്ങ ഒന്നും എടുത്തോളൂ. അപ്പോൾ ഒരു 15 തേങ്ങ പൊറുക്കിട്ടു. വേറെ കാണാരാ 20 തേങ്ങ എടുത്തിടുക. അപ്പം മൂപ്പരെ പണിയൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആർക്കും കൂലി കൊടുക്കണ്ട. പൂച്ച കയറ്റിച്ചാടിയപ്പോൾ ആൾക്കാർ പറഞ്ഞോലെ മോനെ കരുതിക്കോ, എടുക്കാൻ പോയാൽ 5 പൈസ കിട്ടൂല. അപ്പോൾ എടുക്കാൻ പോയാൽ പറഞ്ഞോലെ ഞാൻ കുറേ ആളെങ്ങനത്തോളം കണ്ടത്, അതുകൊണ്ട് എനിക്ക് വലിയ പരിചയമൊക്കെ ഉണ്ട്. ഓൻ പൂച്ചനെ ഇറങ്ങിയിട്ട് പൂച്ചനെ അരി കെട്ടി കരയത്തൊന്ന് ചോദിക്കണ്ട അജിയരെ എവിടെ എൻ്റെ പൂച്ച എവിടെ? പൂച്ചൊക്കെ ഇവിടെ ഉണ്ട്, ഒക്കെ തരാം, അവിടെ നിൽക്കിങ്ങൾ. മറ്റേതര കയറുമ്പോൾ കെട്ടി കൊടുത്ത് അത് പുറത്ത് കിട്ടിട്ട് എന്നോട് റിച്ച് കയറി പോയിക്കോറി. പൂച്ചനെടുത്ത് കരയത്ത് കയറിയിട്ട് പൂച്ചനെ അരിയിൽ നിർത്തിട്ട് കയറ്റിൻ്റെ നടുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, പൂച്ചയാണ്, മിനിമം 200 കയറ്റിൽ ഇറങ്ങിയാൽ തരികയാണെങ്കിൽ പൂച്ചനെ പുറത്ത് കിടും, അല്ലെങ്കിൽ കയറ്റിക്കാൻ കിട്ടും. 200 തന്നിട്ട് ആ പൂച്ചനെ പുറത്ത് കിട്ടുകയാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പിശുക്കും. പരമാവധി കൈയഴിയുന്നവരാണല്ലോ ഇരിക്കുന്നവരെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹു വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി. അല്ലാഹു നൽകിയ കാര്യങ്ങളിൽ നിന്ന് ഔദാര്യം കാണിക്കുന്നതിൽ നിന്ന് പിശുക്കി വെക്കുന്നവരായ ആളുകൾ വിചാരിക്കുന്നുണ്ട് ഹുവ ഖൈറുൽ ലഹും, അതവർക്ക് നന്മയാണെന്ന് വിചാരിക്കുന്നുണ്ട്. ബൽ ഹുവ ശർറുൽ ലഹും, പക്ഷേ അതവർക്ക് തിന്മയാണ്. നമ്മൾ പിശുക്കി വെക്കണ്ട. പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഇടക്കിടക്കൊക്കെ പോവില്ലേ ഞങ്ങളൊക്കെ അല്ലേ? കാണുമ്പോൾ അസ്സലാമു അലൈക്കും, എന്താ അരിയൊക്കെ ഉണ്ടോ? അരിയൊക്കെ ഉണ്ട്. കൂട്ടാൻ വെക്കാനോ? കൂട്ടാൻ വെക്കാനൊക്കെ ഉണ്ട്. എന്താ കൂട്ടാൻ? ഉപ്പ്, കഞ്ഞിക്കുപ്പേ, അതാ കൂട്ടാനേ. എന്നാലേ അവിടെ വെച്ചടി ഒരു 10 200 300 എടുത്തങ്ങനെ കൊടുക്കുക. നിങ്ങൾ പരിയിൽ വന്ന് നോക്കി 5 പൈസ കുറഞ്ഞിട്ടുണ്ടാവില്ല. മറ്റേ ഇവിടെ എന്തേലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഞാൻ വെറുതെ ചോദിച്ചതായിരുന്നു അല്ലേ? ചോദിച്ചാലുള്ള ധൈര്യം വരെ പോയി നമുക്ക്. ചോദിച്ചലേ സഹോദരന്മാരെ, എനിക്കെന്റെ സമ്പത്ത് തന്നിരിക്കുന്നത്, എനിക്ക് മാസത്തിൽ അല്ലാഹു തരുന്ന ശമ്പളം എനിക്കും എൻ്റെ കുട്ടികൾക്കും മാത്രം തിന്നാനല്ല, എൻ്റെ ഉപ്പക്കും എൻ്റെ ഉമ്മക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും എൻ്റെ സമൂഹത്തിലുള്ളവർക്കുമാണെന്ന് വിചാരിക്കാതെ പണം ബാക്കി വെച്ചിട്ട് എന്താണിത് ചെയ്യുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാമികമായ മാർഗത്തിൽ ലക്ഷങ്ങൾ ചെലവാക്കുന്നവരുണ്ട്. കുടുംബത്തിലും ബാധ്യതയൊക്കെ നിർവഹിക്കുക. നമ്മൾ ഒരിക്കലും ചെയ്യരുത്, പിശുക്ക് കാണിക്കരുത്. സമ്പത്തിനുകൊണ്ട് അത്യാഗ്രഹമുണ്ടാകാൻ പാടില്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർക്കുക, ഒരു കുന്ന് സ്വർണത്തിന്റെ കുന്ന് കിട്ടിയാൽ അടുത്ത സ്വർണത്തിന്റെ കുന്ന് കിട്ടാനാണ് ആഗ്രഹം. അടുത്ത കുന്ന് കിട്ടിയാൽ അടുത്ത കുന്ന് കിട്ടാനാണ് ആഗ്രഹം. ഒരു മനുഷ്യന്റെ അടക്കാൻ കല്ലിനെ സാധിക്കുകയുള്ളൂ. കല്ലിനെ സാധിക്കുള്ളൂ. നമ്മളും അങ്ങനെ തന്നെയല്ലേ? ഒരു 2 സെന്റ് കിട്ടുകയാണെങ്കിൽ പെര ഏറ്റായനും. 2 സെന്റ് കിട്ടി നോക്കുമ്പോൾ പെര കയറ്റി നോക്കുമ്പോൾ ആ ഓലോണ്ടുള്ള ഇങ്ങോട്ട് മാറ്റി കിട്ടിയാലുള്ള ഒരു സമാധാനാകുക. അതാക്കി ഓടാക്കി നോക്കുമ്പോൾ നമ്മൾ പറയും, ആ നിലം ഉണ്ടല്ലോ, നിലം ഇങ്ങനെ മണ്ണായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു പോരുകയാണ്. അതെന്തെങ്കിലും ഒന്ന് ആക്കാഞ്ഞാൽ ഒരു സമാധാനാവൂല. 4 ആവുമോ? ഇല്ല. അത് കഴിഞ്ഞാൽ പറയും കറണ്ടില്ലായിട്ടേ കണ്ണും കാണുന്നില്ല. കറണ്ടില്ലാതെ എങ്ങനെ കറണ്ടിന് കിട്ടിയാൽ സമാധാനാവുമോ? ഇല്ല. നമ്മൾ കാലാകാലാവൂല. നമ്മൾ കുജിക്ക് പോണത് വരെ ആവൂല. അതാണ് അതിൻ്റെ വിധി. അതുകൊണ്ട് സഹോദരന്മാരെ, ഉള്ളത് വേണം. ഉള്ള സൗകര്യങ്ങളൊന്നും വിനിയോഗിക്കപ്പെടണ്ട എന്നല്ല. ഇവിടെ ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ അവിടെയും ഒരു ഫ്രിഡ്ജ് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുക. എവിടെ? മറ്റേ പെരിയിലല്ല, സ്വർഗത്തില്. അവിടേക്കും നമുക്ക് പരലോകത്തും കിട്ടണം. ഇവിടെ നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്താൽ ഖബറിൽ കിടക്കുമ്പോൾ അതിൻ്റെ കാറ്റ് കിട്ടുമോ എന്ന് ചിന്തിക്കണം. ഇവിടെ ഒരു കൊട്ടാരം വീട് പണിയുമ്പോൾ പരലോകത്തും നമുക്ക് പളങ്കു കൊട്ടാരത്തിൽ കിടക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം. അതിനൊരുപാട് സേവനങ്ങൾ ചെയ്യണം, അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സമ്പത്ത് പിശുക്കുന്നതിൽ നിന്ന് പിന്മാറണം. സഹോദരന്മാരെ, സമ്പത്ത് ലഭ്യമായത് നമുക്കല്ലാഹു നൽകിയതാണ്. നമുക്ക് പൈസയൊക്കെ ഭയങ്കര വില. പണത്തോട് വലിയ ആർത്തിയാണ്, പണത്തോട് വലിയ ഇഷ്ടമാണ്, പണത്തോട് വലിയ ആഗ്രഹമാണ്. പക്ഷേ അത് കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയില്ല. പൈസ വെറുതെ ദൂർത്തടിച്ച് കളയും. ചില ചെറുപ്പക്കാരൊക്കെ പറയും, ഇച്ച് താനൂരങ്ങാടിയിൽ നിന്ന് തിരിയ 1000 തികയില്ല. നിങ്ങൾ എവിടെ കടന്ന് തിരിയണത്? എന്താ സുഹൃത്ത്?